यारी ये फ्रेंडशिप हमारी ये सब जाए वारी वारी ये यारी ये यारी ये यारी ये यारी ये तेरी मेरी यारी ये मून को धरती पे आजा आज उतारिए यारी ये यारी ये यारी ये संडे हो या मंडे वी आर रेडी फॉर द पार्टी अपने ही है पंडे बड़े हैं हम स्मार्टी यो 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 चक चंद फटे ब्रो बहुत ही ज्यादा अच्छी है जी नोटी मैं पेन तू पेपर में वाटर तू पेपर ये नंबर गनी और मैं फरारी ये यारी ये यारी ये यारी ये फ्रेंडशिप हमारी ये सब जाए वारी वारी ये यारी ये यारी ये यारी ये यारी ये तेरी मेरी यारी ये खून को धरती पर आजा आज उतारिए यारी ये यारी ये यारी ये यारी ये तेरी मेरी यारी ये സ്വപ്നമായിരുന്നോ? ഓഹോ ഗുരു നമ്മൾ സ്വപ്നം കണ്ട് കണ്ട് റിയൽ ലൈഫിൽ വേറെ രാജ്യത്തിലെത്തിയിരിക്കുകയാണ്. എടാ ചക്രു, നമ്മൾ യഥാർത്ഥത്തിൽ ഏത് ദേശത്തിലും പോയിട്ടില്ല. പക്ഷെ വേറെ ദേശത്തുകാരനാണ് അവന്റെ വേഷം അണിഞ്ഞ് ഇവിടെ എത്തിയിരിക്കുന്നത്. ദേശം എന്ന് പറഞ്ഞപ്പോ ഒരു കാര്യം ഓർമ്മ വന്നു. നമുക്ക് പോയി 2 ദോശ കഴിച്ചാലോ? നീ ആഹാരത്തെ കുറിച്ചല്ലാതെ വേറെ ഒരു കാര്യവും ചിന്തിക്കുന്നില്ല. ഇതാരാണ്? ഇതിനു മുമ്പ് ഇയാളെ ഇവിടെങ്ങും ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇയാൾ ആരാണെന്ന് എനിക്ക് അറിയണം. ഇപ്പോൾ തന്നെ പറയണം. എവിടുന്ന് വരുന്നു? ഇതാണ് എന്റെ മുത്തച്ഛൻ. പേര് സാധാരണ. എന്തു പേരാടോ ഇത്? ഇങ്ങനെയാണോ ഒരാൾക്ക് പേര് വെക്കുന്നത്? ആരെങ്കിലും ഒരു മനുഷ്യന് സാധാരണ എന്നൊരു പേര് വെക്കുവോ? ഈ കാരണം കൊണ്ട് തന്നെ ഇയാളെ ഈ നഗരത്തിൽ നിന്ന് പുറത്താക്കേണ്ടതാണ്. എന്തിനാണ് മേജർ സാറേ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഞങ്ങളുടെ അവിടെ നാട്ടുകാർക്കൊക്കെ ഇങ്ങനെയുള്ള പേരുകൾ തന്നെയാണ് ഉള്ളത്. അപ്പൊ നല്ല മര്യാദയും ഗൗരവവും കൊടുത്ത് എങ്ങനെ വിളിക്കും? മഹാനായ സാധാരണ അപ്പൂപ്പ. എടാ, ഇതേതോ കബഡി കളിക്ക് കിട്ടുന്ന കപ്പ് പോലെ ഉണ്ടല്ലോടാ. ഈ അപ്പൂപ്പന്റെ താടി ഭയങ്കര സംഭവമാണല്ലോടാ. കണ്ടോ അത് വെച്ച് എന്തൊക്കെ കാണിക്കുന്നെന്ന്. എനിക്ക് എന്റെ താടി എന്ന് വെച്ചാൽ വല്ലാത്ത ജീവനാണ്. നിങ്ങൾ ഇവിടെ കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്റെ ഈ സാധാരണ അപ്പൂപ്പന്റെ നാട്ടില് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വിൽക്കുന്ന ഒരു വലിയ കടയുണ്ട്. ഇപ്പൊ സുൽത്താൻ നഗറിലേക്കും ബിസിനസ് വ്യാപിപ്പിക്കാൻ നോക്കുകയാണ്. ഗുരു, എനിക്കും ഉടൻ തന്നെ ബിസിനസ് ചെയ്യണം, ഈ അപ്പൂപ്പനെ പോലെ. എടാ തക്കുടു, നമ്മൾ തീർച്ചയായിട്ടും ചെയ്യാം ബിസിനസ്. പക്ഷെ എങ്ങനെ? അതിനായി ഞാനുണ്ട്. ഞാൻ നിങ്ങളെ ബിസിനസ് പഠിപ്പിക്കാം. നിങ്ങൾ എനിക്ക് വേണ്ടി ജോലി മാത്രം ചെയ്താൽ മതി. തന്റെ താടി ആദ്യം മുറിച്ചു കളയാൻ നോക്ക്. ഇല്ല, സൂക്ഷിച്ചു വെക്കാൻ നോക്ക്. താടി സൂക്ഷിക്കേ. കൊള്ളാം ഗുരു, ഇത് നല്ല രസമുണ്ട്. നമുക്കും ബിസിനസ് ചെയ്യാം. അതേടാ പോലെ. എന്നാൽ സാധാരണ അപ്പൂപ്പ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അത് ഞാൻ പറഞ്ഞു തരാം. എനിക്ക് എന്റെ ബിസിനസ് നടത്താനായിട്ട് ഇവിടെ ഒരുപാട് പേര് ആവശ്യമുണ്ട്. ഞാൻ നിങ്ങളെ ബിസിനസ്മാൻ ആക്കാം. നിങ്ങൾ എനിക്ക് വേണ്ടി ജോലി ചെയ്താൽ മതി. എന്നാൽ അതിനു മുൻപ് ഒരു പ്രാവശ്യം നിങ്ങൾ എന്റെ നാട്ടിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. അതിനെ കുറിച്ച് പേടിക്കണ്ട, ഞങ്ങൾ നടന്ന് ഉരുണ്ട് പേരണ്ട് എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കൊള്ളാം. എന്റെ പൊന്നു പോലെ, നീ പഴയതുപോലെ ഇവിടെ കിടന്ന് ഉരുളുന്നതും പിറളുന്നതൊന്നും അല്ല. മേലെ പറക്കുന്ന വിമാനത്തിൽ യാത്ര ചെയ്യേണ്ടി വരും. എങ്കിൽ വരൂ ഗുരു, നമുക്കുടൻ തന്നെ പറക്കാം. എടാ പോലെ, അങ്ങനെ അല്ല. നമുക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടി ബിസിനസ് മാനെ പോലെ തോന്നിക്കണോടാ. അതിനുള്ള ഏർപ്പാടുകളൊക്കെ ഞങ്ങൾ ചെയ്തേക്കാം. ഇത് മേക്ക് ഓവർ അല്ല, ഞങ്ങളുടെ ഗെയിം ഓവർ ആണ്. കലക്കി ഗുരു പോലെ.
ഇതാ ഇങ്ങോട്ട് നോക്കൂ മാസ്റ്റർ കുംഫു ചാമ്പ്യനെ. കണ്ടോ, ജനങ്ങൾ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. ഇങ്ങോട്ട് നോക്കൂ, ഫൈനലിൽ 4 ചാമ്പ്യന്മാരാണ് പങ്കെടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ മത്സരം വലിയ ത്രില്ലിംഗ് ആയിരിക്കും. അങ്ങോട്ട് നോക്കൂ, ഇവർ 4 പേരും ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് ദ ഗ്രേറ്റ് ജെയിൻ മാസ്റ്റർ ഓഫ് കൺഫ്യൂസേ. അദ്ദേഹത്തിന്റെ പേരാണ് തുടങ്ങിക്കോളൂ. ജാംഗ്ലിയെ ഒരാൾക്ക് മാത്രമേ തോൽപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഞാൻ തന്നെ ഈ ജാംഗ്ലി. ബോസേ, ഇന്ത്യയിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ വാങ്ങുവാനായി ഒരു ഗ്രൂപ്പ് തയ്യാറായിരിക്കണം ബോസ്. അങ്ങനെയെങ്കിൽ അവരോട് നാളെ ഉടൻ തന്നെ ഷിപ്പിംഗ് പോർട്ടിലേക്ക് വരാൻ പറയേ. അവിടെ വെച്ച് ഡീൽ നടത്താം. പിന്നൊരു കാര്യം, ഇതിനെക്കുറിച്ച് മറ്റാരും തന്നെ അറിയാൻ പാടില്ല. ഞാൻ ഇത്രയും കാലം നടത്തിയ ഡീലുകളിൽ വെച്ച് ഏറ്റവും വലിയ ഡീൽ ഇത് തന്നെയായിരിക്കും. നമ്മുടെ റെഡ് യാർഡിൽ വെച്ച് ഡീൽ നടത്താമെന്ന് അവരോട് പറഞ്ഞേക്ക്. പിന്നെ ഒരു കോഡ് വേർഡ് കൂടി കൊടുത്തേക്ക്, ആന്റിക്കസ് ഫാന്റാസ്റ്റിക്. കണ്ടോ ഗുരു, നമ്മളിതാ എത്തിപ്പോയി. അതേടാ ചക്കരേ. ഗുരു അങ്ങോട്ട് നോക്കൂ. വളരെ മനോഹരമായിരിക്കുന്നു. ഹായ് ഹായ്. നാളെ ഞങ്ങളുടെ ഡ്രാഗൺ ഫെസ്റ്റിവൽ ആണ്. അതിന്റെ ആഘോഷങ്ങളാണ് ഇതൊക്കെ. അടിപൊളി, വരൂ ഗുരു, നമുക്ക് പോയി കളിക്കാം. ഇന്ന് നമ്മുടെ നാട്ടിൽ ഡ്രാഗൺ ഫെസ്റ്റിവൽ ആയതുകൊണ്ട് വിദേശികളും സ്വദേശികളുമായ ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ നാടും അതിന്റെ ഭംഗിയും നമ്മുടെ കൾച്ചറും അറിയാനായിട്ട് പലരും ഇവിടേക്ക് വന്നിട്ടുണ്ട്. വരൂ, അവരോട് നമുക്ക് സംസാരിക്കാം. നിങ്ങൾക്ക് ഞങ്ങളുടെ നാട് കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? ഒരുപാട് വേദന തോന്നുന്നുണ്ടേ. സോറി, എന്നോട് ക്ഷമിക്കണം. എന്റെ പൊന്ന് ചക്കര പോലെ നീ ഒന്ന് കൺട്രോൾ ആയിട്ടിരിക്കടാ. ഓക്കെ ഗുരു. ഒരു മിനിറ്റ്. ഹസ്ലി, ഇന്ന് നമ്മുടെ ലക്കി ഡേ ആണ്. നമ്മൾ ലാൻഡ് ആയ ഉടൻ തന്നെ നമ്മുടെ ഡീല് കൺഫേം ആയിരിക്കുകയാണ്. നമ്മൾ ഉടൻ തന്നെ ഷിപ്പിംഗ് പോർട്ടിലേക്ക് പോകണം. ഫോണിൽ അതിന്റെ കോഡ് വേർഡ് എനിക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. സാധാരണ അങ്കിൾ, ഞങ്ങളുടെ മംഗളകരമായ തുടക്കത്തിനുള്ള പാസ്വേഡ് എന്താണ്? കോഡ് വേർഡ് ആണ് ആന്റിക്കസ് ഫാന്റാസ്റ്റിക്. അല്ല, ഇതെന്ത് കോഡ് വേർഡാണ്? എന്റെ മേജർ സാറേ, മ്യൂസിക്കോ അല്ല മാജിക്കോ, കോഡ് വേർഡിന് ഉണ്ടാവില്ല ഒരു ലോജിക്ക്. ഇതാണ് നമ്മുടെ ഡ്രൈവർ സോങ്ക. ഇയാൾ നമ്മൾ നേരെ കൊണ്ടുപോകുന്ന ഷിപ്പിംഗ് പോർട്ടിലേക്കാണ്. പ്ലീസ് ഗെറ്റ് ഇൻ. എന്റെ പൊന്നു ഡ്രൈവറെ, ഒന്ന് പതുക്കെ വണ്ടി ഓടിക്കേ.
പോന്നോക്കേ ഇവൻ വണ്ടി ഓടിക്കുകയല്ല ചെയ്യുന്നത്, ഇവൻ വണ്ടി പറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവനെ ഡ്രൈവർ എന്ന് വിളിക്കരുത്, പൈലറ്റ് എന്ന് വിളിക്കണം. താങ്ക് യു താങ്ക് യു. അയ്യോ ഹേ സീക്കിംഗ് യാർഡ് എവിടെയാണ്? ആവശ്യത്താ. ഓക്കേ. ആദ്യം കോഡ് പറയണോ? ആന്റിക് ആണ് ഫാന്റാസ്റ്റിക്. വന്നോളൂ. ബൈ ദ ബൈ, നമ്മുടെ ബിസിനസ് ചെയ്യാൻ പോകുന്നത് ഇവർ രണ്ടുപേരുമാണ്. ഹലോ, ഐ ആം ജാംഗ്ലി. ഞാനാണ് ഗുരു. ഇത് എന്റെ പ്രിയപ്പെട്ട പോലെ. പ്ലീസ് ടു മീറ്റ് യു. എന്റെ പൊന്ന് ജംഗിലി ചേട്ടാ, ഞങ്ങൾ ഈ ബിസിനസ്സിന് വളരെയധികം പുതിയതാണ്. എന്നാലും വളരെ വലിയ തെറ്റ് ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഏത് കാര്യത്തിലും വളരെ ശ്രദ്ധയുണ്ടാകണം. ഈ ബിസിനസ്സിൽ തെറ്റ് സംഭവിക്കുവാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ അതിന് ഒരിക്കലും മാപ്പ് കിട്ടില്ല. കിട്ടാൻ പോകുന്നത് വീട്ടുകാർക്ക് ശവമായിരിക്കും. ഈ ബിസിനസ്സിൽ എങ്ങനെയാണ് പേപ്പർ വർക്കൊക്കെ ചെയ്യേണ്ടത്? ഈ ഇരിക്കുന്നതേ ജാംഗ്ലിയാ. ജംഗ എന്ന് വെച്ചാൽ കാടല്ലേ? എങ്കിൽ ഇദ്ദേഹത്തെ കാട്ടിൽ കൊണ്ടുപോയി വിട്ടുകൂടെ? എടാ എന്റെ ചക്കരക്കുട്ട പോലെ, ഞാൻ പറയുന്നത് കേക്കടാ. അത് അദ്ദേഹത്തിന്റെ പേരാണടാ. അങ്ങ് സാധനം വിൽക്കുകയാണെങ്കിൽ അത് പ്ലേ ചെയ്യാനും അങ്ങക്ക് അറിയാമല്ലേ? അതെ അതെ, തീർച്ചയായും. അവർ പേയ്മെന്റ് തന്നില്ല എങ്കിൽ അവരെ നമ്മൾ ഒരു പാഠം പഠിപ്പിക്കും. വേഗം ലിസ്റ്റ് എടുത്തുകൊണ്ട് വാ. ശരി ശരി സർ. ഞങ്ങൾ സുൽത്താൻ നഗറിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങൾ ഹൃദയം തുറന്ന് അവർക്ക് കൊടുക്കും. സ്മാർട്ട് ബോയ്. എന്റെ അടുത്തുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് നിങ്ങൾ നോക്കിക്കോളൂ. ജംഗിലി ചേട്ടായി, ഇത് ഏത് തരത്തിലുള്ള മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ആണ്? ഇതിന്റെ പേര് രാജാ ധനഞ്ജയന്റെ കിരീടം, സ്വർണത്തിന്റെ ശില്പങ്ങൾ, റാണാ പ്രതാപിന്റെ വാള്, ഇങ്ങനെയൊക്കെയാണല്ലോ. 1700-ലെ രാജാവ് ധനഞ്ജയന്റെ വാളാണത്. ഞാനൊന്ന് നോക്കട്ടെ. ഇത് നമ്മുടെ സുൽത്താൻ നഗറിന്റെ ആന്റിക് പീസാണ്. ഇത് കുറച്ചുനാൾ മുൻപാണ് നമ്മുടെ മ്യൂസിയത്തിൽ നിന്നും കളവ് പോയത്. മാത്രമല്ല ജവാൻ ഗുരു, ഈ മനുഷ്യൻ സ്മഗ്ലറാണ്, മാഫിയയാണ്. നമ്മുടെ ദേശത്തുള്ള അമൂല്യ വസ്തുക്കളെല്ലാം മോഷ്ടിച്ചു വിൽക്കുന്ന ആളാണ്. എന്ത്? നിങ്ങൾ ആന്റിക് ഡീലേഴ്സ് അല്ലേ? ഇല്ല, ഞങ്ങൾ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സിന്റെ ഡീലേഴ്സാ. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? വേഗം അവരെ പിടിക്കേ. ഇവർ നമ്മളുടെ രഹസ്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുകയാണ്. എടാ പോലെ ഓടിക്കോ, വേഗം ഓടിക്കോടാ, വിട്ടോ. അവരിവിടെ നിന്നും രക്ഷപ്പെട്ടാൽ നിങ്ങൾ ആരെയും ഞാൻ വെറുതെ വിടില്ല. മനസ്സിലായോ? എന്തൊക്കെ സംഭവിച്ചാലും ശരി, നമ്മൾ പിടികൊടുക്കരുത്. എല്ലാവരും വേഗം ഓടിക്കോ. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. അതാ പോകുന്നു, പിടിക്കവരെ. വേഗം വലയേറിയേ. ഇവരെ വേഗം പൂട്ടിയിട്. ഇവരൊരിക്കലും ഇനി സൂര്യരശ്മി പോലും കാണാൻ പാടില്ല. ഗുരു, നമ്മൾ ഇനി എന്താ ചെയ്യുക? അല്ല, ഇവരെങ്ങനെ രക്ഷപ്പെട്ടത്? പിടിക്കവരെ. ഇതാ ബോട്ടിന്റെ താക്കോൽ. നീ ആരാണ് ചക്കുടു? നിങ്ങൾ എവിടേക്ക് കൊണ്ടുവന്നത് ഞാൻ തന്നെയാണ്. എന്താണ് നിന്റെ പേര്?
അതൊക്കെ ഞാൻ പിന്നെ പറയാം. നിങ്ങൾ അത് രക്ഷപ്പെടുക വേഗം. കൂട്ടുകാരെ ബോട്ട് അവിടെയാണ്. ഓടി രക്ഷപ്പെട്. വിടരുത്. അവര് രക്ഷപ്പെട്ടു പോകാൻ പാടില്ല. വേഗം അവരുടെ പുറകെ പോകാം. വേഗം. അവരിപ്പോ പുറകിലായി പോയി. ബോട്ട് നിർത്ത്. ഗുരു അങ്ങോട്ട് നോക്കൂ. ആ, എടാ ഇപ്പൊ എന്ത് ചെയ്യും പോലെ? പൊട്ടിയില്ലേ? ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഗുരു ഇതിൽ പിന്നെടുത്തിട്ടേ ഇല്ല. എടാ ബോംബെറിയുടെ സമയത്ത് ഞാൻ അതിന്റെ പിന്നെടുക്കാൻ മറന്നു പോയടാ. ഇഡിയറ്റ്. ആദ്യം പോലെയോട് സോറി പറ, എന്നിട്ട് ആ ബോംബ് തിരിച്ചു വാങ്ങിക്കേ, എന്നിട്ട് ഒന്നുകൂടി എറിയാൻ നോക്കടാ. ഇന്നാ പിടിച്ചോ നീ അയച്ച ബോംബ് നിനക്ക്. നമ്മൾ ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വലിയ പ്രശ്നത്തിലാകും. ഗുരു ഇവർ നമ്മളെ 4 വശത്തുനിന്ന് വളഞ്ഞിരിക്കുക. ഇനി നമുക്ക് രക്ഷയില്ലെന്നാണ് തോന്നുന്നത് പോലെ. നമ്മൾ നന്നായി കുടുങ്ങി. അസ്ലി പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം വിട്ടോ. അവര് രക്ഷപ്പെട്ടു. എങ്കിലും ഞാൻ വിടില്ല. ബോട്ട് നിർത്ത്. ആ വൃത്തികെട്ടവന്മാരെ ഡംബ്ലി കംബ്ലി അവരെവിടെയാണെങ്കിലും ശരി, നമ്മൾ അവരെ അന്വേഷിച്ച് കണ്ടെത്തിയേ മതിയാവൂ. ഡംബ്ലി നീ ഉടൻ തന്നെ ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് എല്ലായിടത്തും അന്വേഷിക്കേ. ഡംബ്ലി ഞാൻ എവിടേക്കാ പോയി ഇനി അന്വേഷിക്കേണ്ടത്? നീ ആകാശത്തും വേണമെങ്കിൽ പാതാളത്തിലും അന്വേഷിച്ചോളൂ. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട ബോസ്. നിങ്ങളുടെ പണി ഞങ്ങൾ നിർത്തി തരാന്നേ. ആ അഡ്രസ് ഇങ്ങെടുക്ക്. എടാ അഡ്രസ് ഇങ്ങനെ എടുത്തുണ്ടെങ്കിൽ അങ്ങേര് എന്നെ പോയി കണ്ടുപിടിക്കില്ലേ? ബോസ് അവന്മാരുടെ ഫോൺ നമ്പർ ഇങ്ങനെ തന്നേക്ക്. ഞാൻ ഒന്ന് ഫോൺ ചെയ്ത് അവന്മാരെ ഭീഷണിപ്പെടുത്തി ഇവിടേക്ക് കൊണ്ടുവന്നേക്കാം. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? രണ്ടുപേരെയും ബോസ് ഇത് വേണ്ട, ഇങ്ങനൊന്നും ചെയ്യരുത്. ഞങ്ങളോട് ക്ഷമിക്കൂ. ഞങ്ങൾ ഒരു തെറ്റും ഇനി ചെയ്യില്ല. ഇതെന്റെ മകനാണ് സത്യം. നിങ്ങൾ രണ്ടുപേരും കാരണം എനിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. എന്തൊക്കെ സംഭവിച്ചാലും ശരി, എനിക്ക് അവരെ കിട്ടിയേ മതിയാകൂ. ഓ വേഗം പോ. ഇനി ഇവിടെ സംഭവിച്ചതൊക്കെ ഇവർ തീർച്ചയായും മറന്നിരിക്കും. ഈ തോക്കിന്റെ ശക്തിയാൽ ഇനി അവർക്കൊന്നും തന്നെ ഓർമ്മയുണ്ടാവില്ല. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിക്കേ. നാളത്തെ ഡീലിംഗ്സിന് വേണ്ടി ഒരു കാര്യം ചെയ്യേ. ലോകത്തിലെ എല്ലാ മാഫിയ കിങ്സും നാളെ ഇവിടെ വരികയാണ്. അവരുടെ എന്റർടൈൻമെന്റിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യേ. നിങ്ങൾക്കറിയാവുന്ന എല്ലാ എന്റർടൈനേഴ്സിനെയും വിളിക്കേ. ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. ഇനി എന്തെങ്കിലും ഒരു ചോദ്യം എന്നോട് ചോദിച്ചാൽ പിന്നെ നിങ്ങൾ ഈ ഭൂമുഖത്തുണ്ടാവില്ല. ഉടൻ തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ നോക്ക്. ബോസ് വലിയ ദേഷ്യത്തിലാണെന്നാ തോന്നുന്നേ. ആ കാര്യം വിട്ടേക്ക്. നമുക്ക് കുറച്ച് കാശ് ചെലവാക്കി നിറയെ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്ന് ബാക്കി കാശ് നമ്മുടെ പോക്കറ്റിലാക്കാം. ഐഡിയ.
കൂട്ടുകാരെ, സത്യത്തിൽ ഇവന്മാരൊക്കെ ആരാണ്? നമ്മുടെ നാട്ടിലെ നിധികളൊക്കെ ഇവന്മാരുടെ കയ്യിലെങ്ങനെ? ഇതിന്റെ ഉത്തരം ഞാൻ പറയാം. ഹലോ എവരിവൺ. ജവാൻ, നീ ആരാണ്? ചേടാ, ഇത് അയാൾ തന്നെയല്ലേ നമ്മളെ ആ ആപത്തിൽ നിന്നും രക്ഷപ്പെടാൻ സഹായിച്ച ആള്? അതെ, ഞാൻ തന്നെയാ. മുത്തച്ഛ, ഇദ്ദേഹത്തിനെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? എന്റെ പേര് നിങ്ങെന്നാണ്. ഇദ്ദേഹം എന്റെ ഗുരുവാണ്. എന്ത്? അത് ശരി. അപ്പോ ഇത് മുഴുവനും തന്റെ പ്ലാൻ ആയിരുന്നു അല്ലേ? സോറി മേജർ, ഞാൻ ഇതൊക്കെ ചെയ്തത് ഇവന് വേണ്ടി മാത്രമായിരുന്നു. കൂടാതെ ഞാൻ ഗുരു പോലെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ട്. അത് മാത്രവുമല്ല, ഞങ്ങളുടെ നാട്ടിൽ ഗുരു പോലെ എന്ന് വെച്ചാൽ വളരെ ഫേമസുമാണ്. അതുകൊണ്ടാണ് ഇവൻ എന്നോട് പറഞ്ഞത് അവന്റെ അനുജനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗുരു പോലെ കൊണ്ടുവരാൻ. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത്, ഇവരെ കൊണ്ടുവരാൻ. ഇത് കൊള്ളാം ഗുരു. നമ്മൾ ഇവരുടെ നാട്ടിലും ഫേമസ് തന്നെയാണ്. ഇവരുടെ സഹോദരൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സുൽത്താൻ നഗറിൽ നിന്നും ഇങ്ങോട്ട് ക്ഷണിച്ചിരിക്കുന്നത്. അതേടാ ചക്കുടു. എന്നാൽ നിങ്ങളുടെ സഹോദരനെ ജംഗലി എന്തിനാണ് തടവിൽ വെച്ചിരിക്കുന്നത്? സത്യത്തിൽ അതൊരു വലിയ കഥയാണ്. എങ്കിലും അത് ചെറുതാക്കി പറയൂന്നേ. ഞാനും എന്റെ അനിയനും ജംഗിളിയുടെ അടുത്താണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവന്റെ ബിസിനസിനെ കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു. എന്നാൽ ഒരു ദിവസം ഇത് നമ്മുടെ രാജ്യത്തും വിദേശത്തുമുള്ള ആന്റി പീസ് ആണല്ലോ. അപ്പോൾ ഇറക്കുമതി എന്ന പേരിൽ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇപ്പൊ തന്നെ പോലീസിന് ഫോൺ ചെയ്യാം. ബോസ്, ഇവൻ നമ്മുടെ രഹസ്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുകയാണ്. ഇവൻ പോലീസിന് ഫോൺ ചെയ്യുകയായിരുന്നു. എന്ത്? എങ്കിൽ ഉടൻ തന്നെ ഇവനെ നമ്മുടെ ഗോഡൌണിൽ കൊണ്ട് പൂട്ടിയിട്. ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള കാരണം ഞാൻ അവന്റെ സഹോദരനാണെന്ന് ജംഗിളിക്ക് അറിയില്ലായിരുന്നു. ഇല്ലെങ്കിൽ അവനോടൊപ്പം എന്നെയും അയാൾ തടവിലാക്കുമായിരുന്നു. എന്റെ സഹോദരൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കി, പക്ഷേ അവനത് സാധിച്ചില്ല. അവസാനം ജംഗിലി അവനെ പിടികൂടി മറ്റൊരു തടവറയിൽ കൊണ്ടടച്ചിട്ടു. ഞാൻ ജംഗിലിയോടൊപ്പം പണി ചെയ്യുകയാണെങ്കിലും എനിക്ക് ഒരിടത്തും കയറാൻ അനുവാദമില്ലായിരുന്നു. ഞാൻ അവനോടൊപ്പം പണിയെടുത്തത് തന്നെ എൻ്റെ അനുജനെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. ഗുരു പോലെ എങ്ങനെയെങ്കിലും എൻ്റെ സഹോദരനെ രക്ഷിക്കൂ. നിങ്ങൾ എന്താവശ്യപ്പെടുന്നുവോ അത് ഞാൻ തരാം. പ്ലീസ്, എൻ്റെ അനുജൻ രക്ഷിക്കണം. അവൻ്റെ ഭാര്യയും മക്കളും അവന് വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങയുടെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഞങ്ങളുടെ ജീവൻ പണയം വെച്ചെങ്കിലും നിങ്ങളുടെ സഹോദരനെ ഞങ്ങൾ രക്ഷപ്പെടുത്തിയിരിക്കും. ജവാൻ ഗുരു, നമ്മൾ ഇവന്റെ അനിയനെ രക്ഷിക്കാൻ പോകുന്നില്ല. അതല്ല. ഞാൻ പറഞ്ഞു വന്നത്, അത് കൂടാതെ നമ്മൾ സുൽത്താൻ നഗറിലെ ആന്റിക് പീസോ അവന്റെ പക്കൽ നിന്നും അടിച്ചു മാറ്റണോന്നാ പറഞ്ഞത്. അപ്പൊ അതാണ് കാര്യം. അവന്റെ സങ്കേതത്തിലേക്ക് നമ്മൾ എങ്ങനെയാണ് പോവുക? വഴിയുണ്ട്. ജംഗിലി വലിയൊരു എക്സിബിഷൻ നടത്താൻ പോവുകയാണ്. എല്ലാ രാജ്യത്തു നിന്നും കൊണ്ടുവന്ന ആന്റി പീസ് അവിടെ പ്രദർശിപ്പിക്കാൻ പോകുന്നു. അത് വാങ്ങാനായി എല്ലാ രാജ്യത്തു നിന്നും ആൾക്കാരെത്തും. ഈ എക്സിബിഷനോടൊപ്പം തന്നെ എന്റർടൈൻമെന്റ് പ്രോഗ്രാമുമുണ്ട്. ഇതൊക്കെ നടത്താൻ പോകുന്നത് ജംഗിളിയുടെ 2 അസിസ്റ്റന്റുമാരാണ്. ഞാൻ അവരോട് നിങ്ങൾ ആർട്ടിസ്റ്റ് ആണെന്ന് പരിചയപ്പെടുത്താം. അതിനു മുമ്പായി നമുക്ക് അവരെ കാണണം. അതുകൊണ്ട് ഗുരു പോലെ നിങ്ങൾ എന്നോടൊപ്പം അവിടേക്ക് വരണം. ഓക്കേ. തണുത്ത കാലാവസ്ഥയിൽ നല്ലൊരു സൂപ്പ് നന്നായിട്ട് കുടിക്കൂ. എൻജോയ്. ഇവരെ പരിചയപ്പെടൂ. ഇവർ ലോകമെമ്പാടുമുള്ള സ്ഥലങ്ങളിൽ പോയി പരിപാടി നടത്തി എല്ലാവരെയും ചിരിപ്പിക്കുന്ന വലിയ കലാകാരന്മാരാണ്. ഇവരുടെ പേര് സൂപ്പർ എന്റർടൈനർ. ഹലോ. കുറച്ച് പുറകോട്ട് മാറിയിരിക്കാം. ഇനി നമുക്ക് ജോലിയെ കുറിച്ച് സംസാരിച്ചാലോ? അതെ അതെ, ജോലിയെ കുറിച്ച് സംസാരിക്കാം. രാപകൽ കിടന്ന് കഷ്ടപ്പെടുക, പക്ഷെ ഞങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം വളരെ കുറവാണെന്നേ. എന്ത് ചെയ്യാനാ, ശരിക്കും ബുദ്ധിമുട്ടാ. ചിലപ്പോഴൊക്കെ ഈ ജോലി വിട്ടിട്ട് വേറെ എന്തെങ്കിലും ജോലി നോക്കിയാലോ എന്ന് ആലോചിക്കുക. നിങ്ങളുടെ പക്കൽ എന്തെങ്കിലും ജോലി ഉണ്ടോ ഞങ്ങൾക്ക് തരാൻ? കരയണ്ട, നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാം. ജോലി എന്ന് പറഞ്ഞത് ചെയ്യുന്ന പ്രോഗ്രാമിനെ കുറിച്ചാണ്. അതാദ്യം മനസ്സിലാക്ക്. ഒരു മിനിറ്റ്.
ഞാൻ നിങ്ങളെ ഇതിനു മുമ്പ് എവിടെയോ വെച്ച് കണ്ടു പരിചയമുണ്ട്. ആഹാ, ഞാനും അങ്ങേ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എവിടെ, എപ്പോ, എങ്ങനെ പറയ്. ഇവിടെ തന്നെ 2 നിമിഷം മുമ്പേ. 2 മിനിറ്റിന് മുമ്പാണോ? അപ്പോഴും ഞാൻ നിങ്ങളുടെ അടുത്ത് ഹലോ പറഞ്ഞല്ലോ. ഹലോ ഡംബ്ലി, നമുക്കിനി ശമ്പളത്തെ കുറിച്ച് സംസാരിച്ചാലോ? ഞങ്ങൾ വെറും $1000 ഇതിന് തരികയുള്ളൂ. ആ അതെ അതെ, അത്രേ തരത്തുള്ളൂ. നിങ്ങൾ 1000-ന് പകരം $500 തന്നാലും ഞങ്ങൾക്ക് സമ്മതമാണ്. എടാ മണ്ട, നീ കുറച്ചു നേരം മിണ്ടാതിരിക്കുവാണെങ്കിൽ ഇവർ ഈ പ്രോഗ്രാം ഫ്രീ ആയിട്ട് തന്നെ ചെയ്തു തരും, മനസ്സിലായോ? അപ്പോ ശരി, ഞാൻ നാളെ കറക്റ്റ് സമയത്തോടെ എത്തിക്കോളാം. എടാ മരമണ്ട, നീ വരേണ്ടത് സമയത്തല്ല, ബോട്ടിലാണ്, ബോട്ടിൽ. ആ ശരി ശരി, ഞങ്ങൾ ബോട്ടിൽ തന്നെ എത്തിക്കോളാം. ദേ ഗുരു, നിങ്ങൾ പോയി പ്രോഗ്രാം ചെയ്യും, ഞാൻ പോയി എൻ്റെ അനുജനെ നോക്കാം. എത്ര മനോഹരമാണിത്. ഇതുപോലൊന്നും നിങ്ങൾക്ക് മറ്റെവിടെയും കിട്ടില്ല. നന്നായി നോക്ക് നല്ല പ്ലീസ്. രസമുണ്ട്. അത് കൊള്ളാം അല്ലേ? എന്തൊരു ഭംഗിയാ. ജവാൻ ഗുരു, എന്തൊക്കെ സംഭവിച്ചാലും ഇത് നമുക്ക് നമ്മുടെ സുൽത്താൻ നഗറിലേക്ക് കൊണ്ടുപോയേ മതിയാകൂ. അതെ അതെ മേജർ സാറേ, നമുക്ക് എല്ലാ സാധനവും ഇവിടെ നിന്ന് കൊണ്ടുപോകാം. ആദ്യം ഇവിടെ നിന്ന് മാറി നിൽക്കാം. ഹലോ ബോസ്, അങ്ങ് ആഗ്രഹിച്ചതുപോലെ തന്നെ ഞങ്ങൾ കലാകാരന്മാരെ കൊണ്ടുവന്നിട്ടുണ്ട്. എങ്കിൽ ഉടൻ തന്നെ പരിപാടി തുടങ്ങാൻ പറയേ. ആ ശരി ബോസ്. फीलिंग है ये राइट वाली, चीनी में हिंदी है डाली. फीलिंग है ये राइट वाली, चीनी में हिंदी है डाली. नाचो नाचो मारो ताली, आज बजावांगे. मस्ती दी सीटियाँ, मस्ती दी सीटियाँ, मस्ती दी सीटियाँ. ओ बीट पे फीट हिलाने आए, अर्थक्वेक हम लाने आए. बीट पे फीट हिलाने आए, अर्थक्वेक हम लाने आए. ग्रूव में भर के सारी दुनिया नू नचावांगे, बजावांगे. मस्ती दी सीटियाँ, मस्ती दी सीटियाँ, मस्ती दी सीटियाँ. नाचो नाचो मारो ताली, आज बजावांगे. मस्ती दी सीटियाँ, मस्ती दी सीटियाँ. നമസ്കാരം നമസ്കാരം. എല്ലാവരും കുറച്ചു നേരം ശാന്തമായിട്ടിരിക്കാൻ നോക്കൂ. നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ഇതാ വേദിയിൽ എത്തിയിരിക്കുകയാണ് ജംഗ്ലോ.
Next! Next! സൂക്ഷിക്കണേ മേജർ സാറേ. ഓൾ ദ ബെസ്റ്റ്. Next! എന്തു പറ്റി? ഇവൻ നമ്മുടെ ആളല്ലേ, ഇവനെന്തിനെ പിടിച്ചോണ്ട് വരുന്നേ? ഗുരു റിയൽ ലൈഫിൽ വേറെ രാജ്യത്തിൽ എത്തിയിരിക്കുകയാണ്. ബോസ്, ചേങ്ങുവന്റെ അനിയനാണ്. അവൻ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ ഇവൻ നോക്കുകയായിരുന്നു. കണ്ടില്ലായിരുന്നെങ്കിൽ ജയിൽ തന്നെ ഇവൻ നശിപ്പിക്കുമായിരുന്നു. എന്താ പറഞ്ഞത്? ആ വഞ്ചകന്റെ സഹോദരനാണോ ഇവൻ? ഇവൻ നമ്മളെ സഹായിക്കുകയായിരുന്നു ബോസ്. ഇവനാണ് നല്ല കലാകാരന്മാരെ ഇവിടേക്ക് കൊണ്ടുവന്നത്. എന്തിനാടാ പറഞ്ഞത്? ഇനി നമുക്ക് പണി കിട്ടും. എങ്കിൽ ഉടൻ തന്നെ പരിപാടി തുടങ്ങാൻ പറയേ. ഇവരാരെയും വെറുതെ വിടരുത്. പിടിക്കേ, എല്ലാവരുടെയും വസ്ത്രങ്ങൾ അഴിക്കേ. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? ഇവരെ എല്ലാവരെയും വലിയൊരു ബോക്സിൽ അടച്ച് കടലിലേക്ക് വലിച്ചെറിയേ. പിന്നെ ഇവർക്ക് ഒരിക്കലും രക്ഷപ്പെടാനാവില്ല. കടലിൽ നിന്ന് ബോക്സ് മുകളിലേക്ക് വരികയുമില്ല. ഈ ജോക്കേഴ്സ് ഒക്കെ എന്റർടൈനേഴ്സ് അല്ല, ഫൈറ്റേഴ്സ് ആണെന്നാ തോന്നുന്നത്. ബോസ്, ഇത് നിക്ക സ്റ്റൈലാണ്. ഇന്നാ ഇത് പിടിച്ചോ, നിന്റെ സഹോദരനെ രക്ഷിച്ചോ. ശരി ഗുരു. വരൂ കൂട്ടുകാരെ, നമുക്കിവിടെ നിന്ന് പോകാം. വരൂ. ബോസ്
ബോസ് ഓടണ്ട, ഞങ്ങൾ രക്ഷിക്കാം. അവരെല്ലാ ആന്റിക്സും മോഷ്ടിച്ചു കൊണ്ടുപോയി. വേഗം പിടിക്കേ. വേഗം വരൂ ഗുരു. അവരെ വിടരുത്, വേഗം പിടിക്കേ. വിട്ടടാ പോലെ. എടാ പോലെ, എന്റെ പ്രിയപ്പെട്ട പോലെ, ഞാൻ ഇവിടെ തന്നെ കുടുങ്ങിയടാ. നിക്ക്. ഗുരു താഴെ വീണു, പക്ഷെ വണ്ടി നിർത്തണ്ട. ഗുരു, ഞാനിതാ എത്തിക്കഴിഞ്ഞു. ഗുരു വേഗം വരൂ. വേഗം പിടിക്കേ. അവരിവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ നിങ്ങൾ ജീവനോടെ ഉണ്ടാവില്ല. അവര് പോകുന്നു. ഒന്ന് വേഗം പോ, വേഗം പോയി പിടിക്കേ. എല്ലാവരും ആവശ്യത്തോട് പോ.
വേഗം വിടരുതവരെ. ഓ വേഗം പോ, വേഗം പോ, വേഗം പോ. രക്ഷപ്പെട്ടു പോകാമെന്ന് കരുതിയല്ലേ? വേഗം വരൂ. വേഗം പോ. അവര് പിന്നിൽ തന്നെ ഉണ്ട് പോലെ. ഒന്ന് വേഗം പോ, വേഗം. സൂക്ഷിച്ച്, സൂക്ഷിച്ച്. എടാ എന്റെ പൊന്നു പോലെ, നമ്മൾ എന്ത് ചെയ്യും ഇതിനു മേലെ? പ്രശ്നം ഗുരുതരമാണ്. നമ്മൾ ഇനി എങ്ങനെ മുന്നോട്ട് പോകും? ഗുരു, നമ്മൾ എന്താ ചെയ്യുക? ഇനി എന്ത് ചെയ്യാനാ? അടിച്ചു വിട്ടോടാ. അങ്ങ് എന്ത് പറയുന്നു ഞാൻ അതുപോലെ ചെയ്യും. ബിഗ് വാളിൽ തുടങ്ങാൻ നമ്മുടെ യാത്ര. എടാ പോലെ വച്ച് തേക്കാതെ മുന്നോട്ട് പോ. വാ. പോലെ ജവാൻ, എന്ത് പ്രശ്നം ഉണ്ടായാലും നമുക്ക് നമ്മുടെ ദേശത്തേക്ക് തിരിച്ചു പോകണം. അതെ മേജർ സാറേ, ആദ്യം കഴിയട്ടെ ഈ റേസ്, എന്നിട്ട് പോകാം നമുക്ക് നമ്മുടെ ദേശം. പോലെ എന്തെങ്കിലും ചെയ്യ്. പോലെ സ്പീഡ് കൂട്ട്. മുത്തശ്ശ, ഞാനും ഇതുപോലത്തെ ഒരു താടി വെക്കാൻ പോവുക. പ്രശ്നം എന്തെങ്കിലും ഉണ്ടാവുമ്പോ എന്നെ രക്ഷിക്കുമല്ലോ. ഞാൻ എത്തിപ്പോയി ഗുരു പോലെ.
ഏ? എടാ പോലെ നമ്മൾ നന്നായിട്ട് കുടുങ്ങി. എന്തുപറ്റി? ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാമെന്ന് കരുതിയല്ലേ നിങ്ങൾ? ഇനി നിങ്ങളെ രക്ഷിക്കാൻ ആർക്കും ആവില്ല. ഒരു വശത്ത് മരണവും ഒരു വശത്ത് കൊക്കയും. എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? യുദ്ധത്തിൽ ഒരിക്കലും തോൽവി സമ്മതിക്കാത്തവരാണ് ഞങ്ങൾ. അതൊരിക്കലും മറക്കണ്ട. ഒരുപക്ഷെ ഇന്ന് നീ ജയിക്കുമായിരിക്കും, പക്ഷെ നാളെ വിജയം ഞങ്ങളുടേതാ. നാളെ നിങ്ങൾക്ക് ജീവനുണ്ടെങ്കിലല്ലേ ജയിക്കാൻ കഴിയുകയുള്ളൂ. മര്യാദയ്ക്ക് ആന്റിക്കെല്ലാം തിരിച്ചു തന്നേക്ക്. എന്നെ എല്ലാരും ഗുരുവെന്ന് വിളിക്കും. വാടാ, എന്റെ കൂടെ ഫൈറ്റ് ചെയ്യൂ. ഇല്ല ഗുരു, ഞാനുള്ളപ്പോൾ അങ്ങേക്ക് ഒന്നും തന്നെ സംഭവിക്കില്ല. കൊള്ളാം, എന്തൊരു സൗഹൃദമാണിത്. ഈ സൗഹൃദം ഞങ്ങൾ ഒരിക്കലും നശിപ്പിക്കില്ല. നിങ്ങളുടെ എല്ലുകൾ ഞാൻ പപ്പടം പൊടിക്കും പോലെ പൊടിച്ചെടുക്കും. അത് തീർച്ചയായിട്ടും സാധിക്കില്ല ബോസ്. ഒരു ശരീരത്തിൽ 206 എല്ലേ ഉള്ളൂ. അതെല്ലാം പൊട്ടിക്കാൻ പോവുകയാണോ ബോസ്? നോക്കേ, മര്യാദയ്ക്ക് അതൊക്കെ തിരിച്ചു തന്നേക്ക്. ഞങ്ങളുടെ ബോസ് ഒരേ സമയത്ത് 4 പേരോട് യുദ്ധം ചെയ്യും. പിന്നെ 4 പേരുടെയും കാര്യത്തിൽ ഒരു തീരുമാനമോ അത് മറക്കണ്ട, മറക്കണ്ട, മറക്കണ്ട. എടാ പോലെ, എന്റെ ബാഗ്. ബൈ ബൈ, ഹാവ് എ ഗുഡ് ഡേ. ഗുരു, താൻ പേടിക്കണ്ടടോ. തീർച്ചയായും ബോലെ തിരിച്ചു വരുന്നതായിരിക്കും. അതെ മേജർ സാറേ, എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. എന്റെ പോലെ നീ തിരിച്ചു വന്നേ പറ്റൂ. തകതീൻ തകതീൻ താളം കൊട്ടി പാടി ഗുരു പോലെ നാട്യവും ആടി. गया कहाँ गया कहाँ गया मेरा भोला भाला भोला. कहाँ गया कहाँ गया कहाँ गया मेरा भोला भाला भोला. ऐसा न कर बाहर तू आ, लगता है डर क्यों है छुपा. ऐसा न कर बाहर तू आ, लगता है डर क्यों है छुपा. भोले रे भोले कहाँ गया कहाँ गया कहाँ गया मेरा भोला भाला भोला. कहाँ गया कहाँ गया कहाँ गया मेरा भोला भाला भोला. എന്റെ പ്രിയപ്പെട്ട പോലെ നീ വന്നല്ലോ.
അതെ ഗുരു. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? പോലെ, സൂക്ഷിച്ച്. പ്ലീസ് പോലെ എന്നെ രക്ഷിക്കേ. എടാ പോലെ, എന്റെ ചക്കരക്കുടവേ, അവൻ ഒരിക്കലും നമ്മളെ പോലെ ആകാൻ കഴിയില്ല. പക്ഷെ നമ്മൾ ഒരിക്കലും അവനെ പോലെ ആകാൻ പാടില്ല. അവനെ രക്ഷിക്കും പോലെ. ഗുരു അങ്ങ് പറയും പോലെ. എന്റെ പോലെ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? അതെ ഗുരു. പോലെ, അതവിടെ നോക്ക്. ഗുരു എന്തായാലും അങ്ങ് കലക്കി. അവസാന സമയത്ത് പാട്ട് പാടി. എടാ തക്കുടു, എന്റെ പ്രിയപ്പെട്ട പോലെ, അതിശയം കാണിച്ചത് ഞാനല്ല, നമ്മൾ എല്ലാരും ആണടാ. ഇതൊരു ടീം വർക്ക് അല്ലേ? നിനക്കൊരു കാര്യം അറിയോ? നമ്മൾ എല്ലാ നിധികളും കൈപ്പറ്റി. താങ്ക് യു ഗുരു പോലെ. നിങ്ങൾ കാരണമാണ് എനിക്ക് എന്റെ അനുജനെ തിരിച്ചു കിട്ടിയത്. ഇത് ഞങ്ങളുടെ കടമയാണ്. ജവാൻ, നിങ്ങളെ രക്ഷപ്പെടുത്തിയതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനി ഞങ്ങളെ പോകാൻ അനുവദിക്കുക. കൂട്ടുകാരെ, എപ്പോഴെങ്കിലും ഞങ്ങളുടെ ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ, ഞങ്ങൾ തീർച്ചയായും വരും. എന്ത് പറയുന്നു ഗുരു? തുടങ്ങാം. ആ തക്കുടു, എന്നാൽ നമുക്ക് ഉടൻ തന്നെ ഹാപ്പി എൻഡിങ് സെൽഫി എടുക്കാം.